ഹായ് ഫ്രണ്ട്സ്, അലയൻസ് ചാനലിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് വെച്ചുച്ചിറയിലെ പെരുന്തേനരുവി എന്ന് പറയുന്ന ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തുള്ള അധികമാരും അറിയപ്പെടാത്ത ഒരു സ്ഥലമാണ് പനംകുടന്ത എന്ന് പറയുന്ന ഒരു വെള്ളച്ചാട്ടം. അപ്പോൾ നമ്മൾ അവിടുത്തെ വിശേഷങ്ങൾ, പെരുന്തേനരുവിയിലും വിശേഷങ്ങൾ കണ്ട് നമുക്ക് തിരിച്ചു വരാം. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ കറക്റ്റ് പെരുന്തേനരുവിക്ക് പോകുന്ന വഴിയിൽ തന്നെയാണ്. പെരുന്തേനരുവിയുടെ കുറച്ചുകൂടെ മുകളിലത്തെ സൈഡിലാണ്. നമുക്കപ്പോൾ അങ്ങോട്ട് ചെന്നിട്ട് അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു വരാം. ഞാനും ഈ പനംകുടത്തെ പോയിട്ടില്ല, ആദ്യമായിട്ടാണ് ഞാനും പോകുന്നത്. റോഡെല്ലാം നന്നാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പെരുന്തേനരുവിയിൽ വിനോദസഞ്ചാരികൾ കൂടുതൽ വരുന്നതുകൊണ്ടായിരിക്കണം. ഇതാണ് പെരുന്തേനരുവിയിലോട്ട് ഇറങ്ങുന്നത്, താഴോട്ട് ആ കുരിശിൻ്റെ അവിടുന്ന്. നമ്മളിപ്പോൾ പോകുന്നത് പനംകുടന്ത വെള്ളച്ചാട്ടത്തിലേക്കാണ്. ഈ പാലം ക്രോസ് ചെയ്ത് വേണം, അക്കരെ ചെന്നിട്ട് വേണം നമുക്ക് പോകാൻ. അപ്പോൾ ഇവിടുന്ന് കാണുമ്പോൾ നല്ല രസമാണ് രണ്ട് സൈഡും. ഇവിടുന്നാണ് വെള്ളം താഴെ പെരുന്തേനരുവിയിലോട്ട് ഒഴുകിയെത്തുന്നത്. ഇതാണ് നമ്മൾ പറഞ്ഞ പനംകുടന്ത വെള്ളച്ചാട്ടം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് കയറിപ്പാനൊന്നും പറ്റത്തില്ല ഒത്തിരി. നമുക്ക് ഇവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ പറ്റുന്നത് ശരിക്കും പറഞ്ഞാൽ വ്യൂ അങ്ങ് ടോപ്പിലാണ് കാണുന്നത്. പനംകുടന്ത എന്ന് പറയാൻ ഇതിന് പേര് വരാൻ കാരണം ഈ വെള്ളച്ചാട്ടം നേരെ ഒരു പനയുടെ മണ്ടക്കോട്ടായിരുന്നു വീണുകൊണ്ടിരുന്നത്. അതിനാണ് ഇതിനെ പനംകുടന്ത വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കും, നല്ല വെള്ളമുണ്ട്, നല്ല സ്ലിപ്പായിട്ട് കിടക്കുകയാണ് ഇവിടെ എല്ലാം. അപ്പം ഞങ്ങൾ കുറച്ച് താഴെയാണ് ഇവിടെ നിൽക്കുന്നത്. മുകളിലോട്ട് കയറിപ്പാൻ ഒരു രക്ഷയുമില്ല. ഇങ്ങോട്ട് കയറി വരാൻ തന്നെ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, നാട്ടുകാരെല്ലാം പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് നമ്മളിത് കണ്ട് പെട്ടെന്ന് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ടോപ്പിലാണ്. വേറൊരു വീഡിയോയിൽ ഞങ്ങളിത് നിങ്ങളെ എക്സ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഇത് ടോപ്പിൽ പോയിട്ട് കാണാൻ പറ്റുന്നതായിരിക്കും. നമുക്ക് വേറൊരു വീഡിയോയ്ക്ക് വീണ്ടും കാണാം. നമ്മളിവിടെ വന്നപ്പോൾ നമുക്കൊരു അപ്പച്ചനെ, ഇവിടുത്തെ താമസിക്കുന്ന ഒരു അപ്പച്ചനെ നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ നമുക്ക് ആ അപ്പച്ചനോട് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. അപ്പച്ചാ, ഈ പനംകുടന്ത എന്ന് പറയുന്ന ആ പേര് വരാൻ എന്തുവാ കാരണം? ഈ വെള്ളച്ചാട്ടം പനംകുടന്ത എന്ന് പറയുന്ന സ്ഥലം, അതിന് പ്രത്യേക കാരണം വനത്തിൻ്റെ സൈഡിൽ കൂടെയുള്ള ഒരു ഭാഗമായിട്ട് ഒരു വെള്ളച്ചാട്ടം താഴോട്ട് വരുന്നുണ്ട്. ആ വെള്ളച്ചാട്ടം വന്ന് ചാടുന്ന സ്ഥാനം ഏതാണ്ട് ഒരു 100 അടിക്ക് മേളിൽ ഉയരമുള്ള ഒരു വിലങ്ങ് പാറയ്ക്കൊണ്ട് വന്ന് താഴേക്ക് ഇത് വീഴുകയാണ്. ആ വെള്ളം വന്ന് വീഴുന്ന ആ ഭാഗം എന്ന് പറയുന്ന ഒരു ചൂണ്ടപ്പന വളർന്ന് മേളിലോട്ട് വരിക. ഇതിൻ്റെ മണ്ടയ്ക്കാണ് ഈ വെള്ളം വന്ന് വീഴുക. അപ്പോൾ നമ്മൾ താഴെ ചെന്ന് നോക്കുമ്പോൾ കണ്ട ഒരു 100-150 അടിക്ക് ഉയരത്തിൽ ഈ വെള്ളം വന്ന് കീഴോട്ട് താഴുകയാണ്, വീഴുക. അപ്പോൾ ഏത് മനുഷ്യനെ കണ്ടാലും ആകർഷിക്കത്തക്ക വരണം. എന്നാൽ ഈ പാറയ്ക്ക് മുകളിലേക്ക് കയറി നിന്നാൽ 1000 പേർക്ക് അവിടെ ഓടുകയോ ചാടുകയോ ചെയ്യത്തക്ക രീതിയിൽ പാറ ഇങ്ങനെ തളർന്നു കിടക്കും. എൻ്റെ ചെറുപ്രായത്തിൽ മുതൽ ഓർമ്മയിലുള്ളവരും അതിനു മുൻപും ഈ പന അവിടെയുണ്ട്. ഈ പന ഇങ്ങനെ 40-40 വർഷം കഴിയുമ്പോൾ പന പോവും, അടുത്തൊരു പന ഉടനെ അവിടെ വരും.
അതാണ് അവിടുത്തെ പ്രത്യേകത. അപ്പം അപ്പച്ചൻ പറഞ്ഞ എല്ലാവരും കേട്ടു. നമുക്കിതിനെപ്പറ്റി കൂടുതൽ അറിയത്തില്ല. ഇവരൊക്കെ ചെറുപ്രായം തൊട്ട് ഇവിടെ ഉള്ളവരാണ്. അപ്പം പനംകുടന്നയുടെ വിശേഷങ്ങൾ അപ്പച്ചൻ പറഞ്ഞു. നിങ്ങൾക്ക് എന്തായാലും വന്ന് കാണാൻ പറ്റുന്നവരുണ്ടെങ്കിൽ വന്ന് കാണുക. കൂടുതലും ഇവിടെ ഉള്ളവരുടെ സഹായം തേടി വരുന്നതായിരിക്കും നല്ലത്. കാരണം അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് ഇവിടെ വരാൻ. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തുള്ളൊരു അരുവിയാണ് പെരുന്തേനരുവി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ആ അപ്പച്ചനോട് ചോദിക്കാം. അവിടെ കുറേ അപകടങ്ങളൊക്കെ നടന്നിട്ടുള്ളതാണ്. എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അവരൊക്കെ പ്രായമുള്ളവരാണ്. അവരോടൊക്കെ ചോദിച്ചാൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പെരുന്തേനരുവിയിൽ അപകടങ്ങളൊക്കെ കൂടുതലാണെന്നോ എന്തുവാണ്? പെരുന്തേനരുവി എന്ന് പറയുന്നത് മൊത്തത്തിൽ പറയുന്നെങ്കിലും അതിൻ്റെ ഒന്നാമത്തെ ഭാഗം വലിയ കയറ്റിൻ്റെ തൊട്ട് താഴേക്ക് മാറി നോക്കിയാൽ നാവീണ അരുവി എന്ന് പറഞ്ഞ ഒരു അരുവിയുണ്ട്. അതിന് താഴ്വശത്തോട്ട് മാറിയ കൊച്ചുകയം, അതിന് താഴോട്ട് മാറിയ കട്ടിക്കല്ല്, ഇങ്ങനെ 3-4 ഭാഗമായിട്ട് അവിടെ മാറിയിരിക്കുക. എന്നാൽ ഇതിൽ അവിടുത്തെ പ്രാധാന്യമായ ഒരു കാര്യം എന്ന് പറയുന്നത് കട്ടിക്കല്ലിന് മേളിൽ ഈ നാവീണ അരുവി എന്ന് പറയുന്നത് എല്ലാ വർഷവും ഒരു ജീവിതം അവിടെ നഷ്ടപ്പെടും. ഓരോ വർഷത്തിലും ഓരോ മനുഷ്യൻ അഥവാ അല്ലെങ്കിൽ ഒരു മൃഗം ആ കയറ്റിൽ ചെന്ന് വീഴും. അങ്ങനെ ഒരവസ്ഥയാണ് അതിനാണ് നാവീണ അരുവി എന്ന് പേര്. പിന്നെ മറ്റേ കയം, കൊച്ചുകയം ഇതൊക്കെ ഇങ്ങനെ ഉണ്ട്. എല്ലാം വേനൽക്കാലമായാൽ അവിടെ നടക്കാനോ കൊടുക്കാനോ പോകാനോ എല്ലാം നല്ല സൗകര്യം, കാണാനും എല്ലാം നല്ല വിചിത്രകരമായ ഒരു സ്ഥലമാണ്. കാണാനെല്ലാം നല്ലതാണ്, പക്ഷേ അപകടങ്ങൾ കൂടുതൽ. അത് പാറയിലേക്ക് നമ്മൾ ചെരുപ്പ് ഉപയോഗിച്ച് കയറിയാൽ തീർച്ചയായിട്ടും അപകടം ഉണ്ടാകും. കാരണം പാറയെ നമ്മൾ നോക്കുമ്പോൾ ഒന്നും നമുക്കൊരു കുഴപ്പവും വരില്ല. പക്ഷേ പാറയെ കയറിക്കഴിഞ്ഞാൽ തെറ്റി. പായൽ കൊണ്ടല്ലത്, അതുപോലെ മിനുസമാണ്. അതുപോലെ ചെറിയ കുഴികൾ കാണും. ആ കുഴികൾ കാണുമ്പോൾ നമ്മൾ ഓർക്കും അതിൽ ഒരടി വെള്ളത്തിൽ കൂടുതലാണ്. പക്ഷേ അതിൻ്റെ ആഴം നമുക്കറിയാനൊക്കെ അത് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ കുഴിയിൽ നമ്മൾ ഓർക്കും ഇച്ചിരി ഉള്ളായിരിക്കും ആ കുഴി. പക്ഷേ ആ കുഴിയിൽ നല്ല വെള്ളമുണ്ട്. അതിനകത്ത് പോയാൽ തന്നെ നമുക്ക് കയറാൻ ബുദ്ധിമുട്ടാണ്. അതിനടിയൊക്കെ അറ പോലൊക്കെ ആയിരിക്കും. അത് ഈ കല്ലുകൊണ്ട് വന്ന് വീണ് കിടന്ന് കറങ്ങി അറ പോലെ ആകുന്നതാണ്. അത് ഏത് രീതിയിലും അതിൻ്റെ അറയിൽ നിന്നും നമുക്ക് പറയാനാണ്. അപ്പോൾ നമുക്ക് അപ്പച്ചൻ പറഞ്ഞ എല്ലാവരും കേട്ടു. ഇവിടെ സ്ഥലമൊക്കെ നല്ലതാണ്, നല്ല രസമാണ് കാണാനൊക്കെ. പക്ഷേ അപകടങ്ങൾ നിറഞ്ഞ ഒരു സ്ഥലമാണ്. ആദ്യമായിട്ടൊക്കെ വരുന്നവർ കൂടുതൽ സാഹസികതയ്ക്കൊന്നും നിൽക്കരുത്. അവിടെ ഉള്ളവരൊക്കെ പറയുന്നത് കേൾക്കുക. നമ്മുടെ ജീവിതമാണ് നമുക്ക് എപ്പോഴും വലുത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ കാഴ്ചകളെല്ലാം കണ്ട് നമുക്ക് തിരിച്ചു വരാം. ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് പെരുന്തേനരുവി എന്ന് പറയുന്ന ഒരു വെള്ളച്ചാട്ടത്തിലാണ്. അപ്പോൾ ഇത് കറക്റ്റ് സ്ഥിതി ചെയ്യുന്നത് വെച്ചുച്ചിറയിലാണ്. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ലൊക്കേഷന് ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം കാണേണ്ടവർക്ക് വന്ന് കാണാം. പിന്നെ വരുന്നവർ സൂക്ഷിച്ച് വരിക. ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, പെരുന്തേനരുവിയിൽ ഇറങ്ങുന്നതും കുളിക്കുന്നതും വളരെയധികം ശ്രദ്ധിക്കുക. ഇവിടെ അപകടങ്ങൾ നിരവധി സംഭവിച്ചിട്ടുണ്ട്. അത് വരുന്നവർ കഴിവതും വളരെ ശ്രദ്ധിച്ചു വരിക. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഇതാണ് പെരുന്തേനരുവി വെള്ളച്ചാട്ടം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പം നല്ല മഴയുള്ള സമയമായതുകൊണ്ട് നന്നായിട്ട് വെള്ളം വരുന്നുണ്ട്. അപ്പം കുറേ അപകടങ്ങൾ ഇവിടെ ഉള്ള ആൾക്കാരോട് ചോദിച്ചാലും അറിയാം, കുറേ അപകടങ്ങൾ നടന്ന സ്ഥലമാണ്. അതുകൊണ്ട് വരുന്നവർ ശ്രദ്ധിച്ച് വരിക. എല്ലാ വർഷങ്ങളും അപകടങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പം നമുക്ക് കാണാൻ നല്ലൊരു സ്ഥലമാണ്. ഇപ്പം പത്തനംതിട്ട ജില്ലയിൽ നല്ലൊരു പ്ലേസാണ്, നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസാണ്. അപ്പോൾ നമ്മൾ സാഹസികതയ്ക്കൊന്നും കഴിവതും നിൽക്കരുത്. നമ്മൾ വരുന്നത് വളരെ കെയർഫുള്ളായിട്ട് വരിക. നമ്മൾ ഓർക്കുക,
വളരെ നല്ലൊരു വെള്ളച്ചാട്ടമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്കിവിടെ കാണുമ്പോൾ അറിയാം, എന്തായാലും നല്ലൊരു പത്തനംതിട്ട ജില്ലയിൽ ഇത്ര നല്ലൊരു വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെ ഒരു അത്ഭുതമാണ്. ഇതാണ് ഞങ്ങളുടെ പെരുന്തേനരുവി എന്ന് പറയുന്ന വെള്ളച്ചാട്ടം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ പെരുന്തേനരുവി വെള്ളച്ചാട്ടം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് ഉറപ്പാണ്. നിങ്ങൾ എന്തായാലും വന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് പെരുന്തേനരുവി വെള്ളച്ചാട്ടം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താലേ ഞങ്ങൾ ഇടുന്ന പുതുപുത്തൻ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.